പുന്നമടക്കായലിലെ ഓളങ്ങളെ തട്ടിയും തലോടിയും ആവേശത്തിരയിളക്കത്തിൽ ആറാടിക്കാൻ വ്യാളിപ്പടയെത്തി. പ്രത്യേക തരത്തിൽ തുഴഞ്ഞും ഓളങ്ങളെ വകഞ്ഞുമാറ്റിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 350-ൽ പരം കായിക താരങ്ങൾ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ആലപ്പുഴ പുന്നമട സായിൽ ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 5ാമത് ദേശീയ ഡ്രാഗൺ ബോട്ട് മത്സരത്തിന്റെ ആദ്യ ദിനത്തിലാണ് കാണികൾക്ക് ദൃശ്യവിരുന്നേകിയ പ്രകടനങ്ങൾ നടന്നത്. ആകർഷകമായ നിറങ്ങളിൽ വ്യാളിമുഖമുള്ള ചെറുബോട്ടുകൾ, അവയിൽ തുഴയെറിയാൻ അഭ്യാസം സിദ്ധിച്ച തുഴക്കാർ, അമരത്തിരുന്ന തുഴക്കാരെ നിയന്ത്രിക്കാൻ ക്യാപ്റ്റന്റെ നിർദ്ദേശാനുസരണം തുഴക്കാർ തുഴയെറിയുമ്പോൾ കായലിന്റെ ഓളപ്പരപ്പിൽ പടക്കുതിരകളെപ്പോലെ പടവെട്ടുന്ന വ്യാളികൾ ജലമാമാങ്ക വേദിയിൽ യുദ്ധസമാനമായ പ്രതീതിയാണ് തീർക്കുന്നത്. ആതിഥേയരായ കേരളത്തെ കൂടാതെ ജമ്മു കാശ്മീർ, ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ചണ്ഡീഗഡ് എന്നിങ്ങനെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കാളികളാണ്. പുരുഷ വനിതാ മിക്സഡ് വിഭാഗങ്ങളുടെ 1000 മീറ്റർ മത്സരമാണ് ആദ്യ ദിനത്തിൽ നടന്നത്. പുന്നമട സായി കേന്ദ്രത്തിൽ നടന്ന ഡ്രാഗൺ ബോട്ട് റേസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജി സുധാകരൻ എം.എൽ.എ നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഞായറാഴ്ച നടക്കുന്ന 500 മീറ്റർ, 250 മീറ്റർ മത്സരങ്ങളോടെ ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിൽ വിജയികളാവുന്നവർക്ക് തോമസ് ഐസക് എം.എൽ.എ സമ്മാനങ്ങൾ വിതരണം ചെയ്യും.